ഹായ് വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാരറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്നത്തെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ 2 കാർഡ് ഞാൻ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ കാർഡാണ്, രണ്ടാമത്തെ കാർഡ്. ഈ 2 കാർഡ് എന്താണെന്നും കൂടി അറിയില്ല, കാരണം ഞാനും ഷഫിൾ ചെയ്തിട്ട് എടുത്തതാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഇതെടുക്കാം. അപ്പോൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ട് റീഡിങ്ങിലേക്ക് നമുക്ക് എടുക്കാം. നിങ്ങൾ ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോസ് ചെയ്ത് നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ കോഡിപ്പെൻഡൻസിയാണ്. കോഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ ഇടയിൽ അഡിക്ഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഇടയിൽ എന്ത് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു പേഴ്സണ് നിങ്ങൾ ഇട്ടേച്ച് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം തേർഡ് പാർട്ടി റിമൂവലൊക്കെ ചെയ്ത് വരാനുള്ള പോസിബിലിറ്റീസ് കുറേ ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണുന്നതായിട്ടാണ് പറയാനുള്ളത്. കാരണം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ കണക്ഷനാണ്. കാരണം അത്ര പെട്ടെന്ന് ആ ഒരു പേഴ്സണ് നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ പറ്റാത്തതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോർമലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ആ ഒരു മൊമെൻറ്റിൽ വളരെ ഹാപ്പി ആയിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി കുറച്ച് ആൾക്കാർക്ക് പണം റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ഒരു സ്റ്റെബിലിറ്റി ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. സെക്കൻഡ് കാർഡ് നമുക്ക് റിലീസ് യുവർ എക്സ് എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് കാണിക്കുന്നതെന്ന് വെച്ചാൽ പല ആൾക്കാരും ഒരു സിറ്റുവേഷൻ എൻഡപ്പായി പോകുന്ന ഒരു രീതിയിലുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ഒരു സെപ്പറേഷനെ കുറിച്ച് കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ടവർ കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഒരുപാട് നാളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ മനോഹരമായിട്ട് പോകാവുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളുടെ ഇതെന്ന് പറയാൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങൾ കൊണ്ട്, ചില ടോക്സിസിറ്റി കൊണ്ട്, ചില മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് കുറച്ച് ദൂരം മാറിപ്പോയ ഒരു റിലേഷൻഷിപ്പാണ് ഇത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ലോങ് ഡിസ്റ്റൻസ് കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് കാണിക്കുന്നതായിട്ടാണ് പറയാനുള്ളത്. ഇവിടെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഒരു പുതിയൊരു തുടക്കം ഉണ്ടാകുന്നത്. കാരണം ആ ഒരു പാസ്റ്റിലത്തെ കാര്യം കംപ്ലീറ്റ് ആയിട്ട് മറക്കാൻ തയ്യാറാണെങ്കിൽ ഇവിടെ ഒരു പുതിയൊരു തുടക്കം പോസിബിലിറ്റീസ് കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. ബട്ട് ഓൺലി 50% ആൾക്കാർക്കാണ്. ബട്ട് സ്റ്റിൽ ആ ഒരു പേഴ്സൺ ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഗ്യാപ്പിനെ കുറിച്ച് മനസ്സിലാക്കുന്നതായിട്ടാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. കുറേ ആൾക്കാർക്ക് റിലീസ് യുവർ എക്സ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ മാറ്റാൻ പറയുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്.